സ്വാഗതം. ഗസയിൽ ഇസ്രായേൽ തുടരുന്ന ക്രൂരമായ ആക്രമണങ്ങൾക്കിടയിൽ സമാധാനത്തിനായുള്ള ചർച്ചകൾ വീണ്ടും ദോഹയിൽ ആരംഭിച്ചിരിക്കുകയാണ്. പതിനായിരങ്ങൾ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് പേർ ദുരിതത്തിലും അഭയാർത്ഥി ക്യാമ്പുകളിലും കഴിയുകയും ചെയ്യുമ്പോൾ ഇസ്രായേൽ സമ്പൂർണ്ണ യുദ്ധവിരാമത്തിന് തയ്യാറാകാൻ വിസമ്മതിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹം യുദ്ധം അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോഴും നെതന്യാഹുവിന്റെ ഭരണകൂടം അതിനെ അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ്. ദോഹയിൽ വേദിയൊരുങ്ങിയ ചർച്ചയിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ മധ്യസ്ഥ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ അനൗപചാരിക ചർച്ചകൾ തുടങ്ങിയെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടാകുന്നില്ല. ബന്ദികളെ മോചിപ്പിക്കണമെങ്കിൽ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന ഹമാസിന്റെ ആവശ്യം ഇസ്രായേൽ നിരാകരിക്കുകയാണ്. ഇസ്രായേൽ സംഘത്തിൽ ഷിൻബത്ത്, മൊസാദ് സൈന്യം എന്നിവയുടെ പ്രതിനിധികൾ ഉൾപ്പെട്ടിരുന്നെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശക്തി സംഘത്തിന് നെതന്യാഹു നൽകിയിട്ടില്ല. അതേസമയം ഗസയിലെ നിരപരാധികളായ നിവാസികൾ അടിച്ചമർത്തലിന്റെ ഏറ്റവും തീവ്രമായ ഘട്ടം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതും മരുന്നുകൾക്കോ ആഹാരത്തിനോ വഴിയില്ലാത്തതും മൂലം ആയിരങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികളും സ്ത്രീകളും മരണത്തിന്റെ വക്കിലാണ്. അന്താരാഷ്ട്ര റെഡ് ക്രോസ് സംഘടന ഇക്കാര്യം സൂചിപ്പിക്കുകയും അടിയന്തരമായി ഇടപെടണമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു കഴിഞ്ഞു. ഇതിനു പുറമെ അമേരിക്ക നേരിട്ട് ഹമാസുമായി ചർച്ച നടത്തിയതും ഹമാസിന്റെ പ്രസ്താവനകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള US പ്രതിനിധി ആഡം ബോഹ്ലറുടെ പ്രതികരണവും ഇസ്രായേലിനെ രോഷാകുലമാക്കിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതേ തുടർന്ന് ഹമാസുമായുള്ള നേരിട്ടുള്ള ചർച്ചകൾ ട്രംപ് ഭരണകൂടം ഉപേക്ഷിക്കുമെന്നാണ് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം ഗസയ്ക്ക് മതിയായ സഹായം ലഭ്യമാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇസ്രായേൽ കപ്പലുകൾക്കെതിരെ ആക്രമണം പുനരാരംഭിക്കുമെന്ന മുന്നറിയിപ്പിൽ ഹൂതി വിമതർ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. ഇത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകുമെന്നതിൽ സംശയമൊന്നുമില്ല. വീണ്ടും ചർച്ചകൾ പരാജയപ്പെടുമ്പോൾ യുദ്ധസമാനമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. ഇസ്രായേലിന്റെ കടുത്ത നിലപാടുകൾ യഥാർത്ഥത്തിൽ ലോകത്തിനൊരു യുദ്ധ മുന്നറിയിപ്പായി മാറുകയാണ്. ഗസയിലെ ജനങ്ങൾക്കായി അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിന് അന്താരാഷ്ട്ര സമൂഹം ശക്തമായ ഇടപെടലുകളുമായി മുന്നോട്ട് വരണമെന്ന് പലസ്തീൻ അനുകൂല രാജ്യങ്ങൾ ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നെതന്യാഹു എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുമെന്നത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു.